ഹായ് ഫ്രണ്ട്സ്, ഏട്ടമുട്ട ക്യാറ്റ് ഫിഷ് എഗ് റെസിപ്പി നോക്കാം. അതായത് ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വലിച്ചെടുത്താൽ മതി. ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് സൂക്ഷിച്ച് വലിക്കണം, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. മറ്റ് മീൻ മുട്ടകളെ അപേക്ഷിച്ച് ഇതിൻ്റെ ടെക്സ്ചറിലുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ സെയിം തന്നെയാണ്. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 2 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് കീറിയത്, 4-5 വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിക്കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ ചെറുതായി ചോപ്പ് ചെയ്ത് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് തക്കാളി നന്നായി വേവിച്ചെടുക്കാം. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരുന്ന പരുവത്തിൽ നമുക്ക് മീൻ മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ മീൻ മുട്ട ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയതാണ്. ഈ മീൻ മുട്ട കാണാൻ നല്ല സോഫ്റ്റ് ആണെന്നേ ഉള്ളൂ. ഇത് ഭയങ്കര വേവ് ഉള്ളതാണ്. 20 തുടങ്ങി അരമണിക്കൂർ വരെ നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കണം. അതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് അത്ര ടൈം ഇല്ലെങ്കിൽ കുക്കറിൽ ഒരു 3-4 വിസിൽ അടിച്ചാലും കുഴപ്പമില്ല. വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഇതിനു മുമ്പ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ നന്നായി തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ആവശ്യമാണെങ്കിൽ ഇനി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എൻ്റെ മീൻ മുട്ട റെഡിയായി വരുന്നുണ്ട്. ഇതുപോലെ വെള്ളം വറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായി ഡ്രൈ ആക്കി എടുക്കാം. വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോകുന്നവരെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മീൻ മുട്ട ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഏട്ടമുട്ട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.